ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചെസ്റ്റ് അളവിനനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഷോൾഡറും അതുപോലെ തന്നെ ആം ഹോൾ റൗണ്ടും അതുപോലെ തന്നെ സ്ലീവിന്റെ കണക്കും എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ സ്ലീവിന്റെ ആം ഹോൾ റൗണ്ടിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് സ്ലീവ് ഒക്കെ നമുക്ക് കറക്റ്റ് കട്ട് ചെയ്തെടുക്കാൻ കഴിയുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ഒരു തുണിയിലാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ആം ഹോളിന്റെ കട്ടിങ്ങും അതുപോലെ തന്നെ സ്ലീവിന്റെ കട്ടിങ്ങും മാത്രമാണ് കാണിച്ചു വരുന്നത്. ഈ ഒരു കണക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കി എടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് 35 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ബ്ലൗസിന്റെ കട്ടിങ്ങിന്റെ മെത്തേഡാണ് നമ്മൾ കാണിച്ചു വരുന്നത്. അപ്പോൾ നമ്മുടെ തുണിയെ ഇതുപോലെ മടക്കി വെച്ച ശേഷം നമ്മുടെ ബോട്ടം ഭാഗത്തുള്ള ക്രോസ് ഒക്കെ മാറ്റിയെടുക്കുവാൻ വേണ്ടി അവിടെ നേരെ ലൈൻ കൊടുത്ത് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മുടെ ലെങ്ത് എത്രയാണോ ആ ലെങ്ത്തിന്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി നമ്മൾ മാർക്ക് ചെയ്യുക. നമ്മുടെ ബ്ലൗസിന്റെ ഇറക്കം എത്രയാണോ അതിന്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി ബാക്ക് പീസാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 35 ചെസ്റ്റ് അളവാണ്, ബോഡി അളവാണ്, ആളുടെ ബോഡി നേരത്തെ മെഷർമെന്റ് ആണ്. അപ്പോൾ അതിന്റെ 6-ലൊരു ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്നത് 5.25 ഇഞ്ചാണ്. കണ്ടോ, 35ന്റെ 6-ലൊരു ഭാഗം 5.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ എത്രയാണോ നമ്മൾ ഷോൾഡർ കൊടുത്തിരിക്കുന്നത്, 5.25 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നു 5.25 ഇഞ്ച്. കണ്ടോ, എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ വരുന്നു. ഇനി നമ്മൾ ഈ ഒരു മാർക്കിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവ് 35 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് നമ്മൾ കൂട്ടും. 35ഉം 4ഉം 39 ഇഞ്ച്. 39ന്റെ 4-ലൊരു ഭാഗം 9.25 ഇഞ്ച്. അപ്പോൾ ഈ ഒരു 9.25 ഇഞ്ചാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. പ്ലസ് ഒരു 1.25 ഇഞ്ച് തുന്നത്തുണിയും നമ്മൾ മാർക്ക് ചെയ്യുന്നു. കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഇടുപ്പളവ് വരുന്നത് 30 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-ലൊരു ഭാഗം 7.5 ഇഞ്ച്. അതിൻ്റെ കൂടെ ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി ഒരു 3/4 ഇഞ്ച്. അങ്ങനെ 7.5ഉം 3/4ഉം 8.25 പ്ലസ് 1.25 ഇഞ്ച് തുന്നത്തുണിയും മാർക്ക് ചെയ്ത് ഇതുപോലെ വരിക. ഇനി നമ്മൾ ഇവിടെ കേട്ടോ നമ്മുടെ ആം ഹോളിന്റെ ഇറക്കം നമ്മൾ കൊടുത്തത് 5.25 അപ്പോൾ അതിന്റെ നേർപകുതി 2.25 ഒരു പോയിന്റിൽ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കും. കണ്ടോ, 2.25 ഒരു പോയിന്റിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് ആ ഒരു മാർക്കിൽ കൂടി നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ കണ്ടോ, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ഇവിടെ ആം ഹോൾ റൗണ്ട് സ്കെയിൽ വെച്ചിട്ട് വരയാറില്ല, കർവ് സ്കെയിൽ വെച്ച് വരയാറില്ല. കൈകൊണ്ട് ഇതുപോലെ തന്നെ നേരെ വരഞ്ഞെടുക്കുകയാണ് ചെയ്യാറ്. ഇനി നമുക്ക് ഇതിന്റെ ആം ഹോളിന്റെ റൗണ്ട് അളവ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ മുകളിൽ ഒരു 1/2 ഇഞ്ച് തുന്നത്തുണി മാർക്ക് ചെയ്യുന്നു. ഇത് നമ്മുടെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന തുന്നത്തുണിക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ആം ഹോൾ റൗണ്ട് ഇതുപോലെ കറക്റ്റ് പിടിച്ചുകൊണ്ടുപോകുക. നമുക്കിത് കണ്ടോ, ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 7.25 ഇഞ്ചാണ്. അല്ലോ, 7.25 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടതും 7.25 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ ആ ഒരു 7.25 എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമ്മൾ സ്ലീവ് കട്ടിങ്ങിൽ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് കട്ടിങ് ചെയ്ത് തുടങ്ങുന്നു. ഇതുപോലെ നമ്മുടെ ആം ഹോളിന്റെ റൗണ്ട് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തു. ഇനി നമ്മൾ ഇവിടെ നിന്ന് താഴോട്ടേക്കും കണ്ടോ. അപ്പോൾ നമ്മുടെ ബാക്ക് പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെയും അതുപോലെ നമ്മുടെ ബോട്ടം ഭാഗത്ത് നമ്മൾ സാധാരണ മാർക്കിംഗ് ഒക്കെ കൊടുക്കുന്ന പോലെ തന്നെ ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആം ഹോൾ റൗണ്ട് നമുക്ക് 7.25 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു അളവിൽ നമ്മുടെ സ്ലീവാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ സ്ലീവും ബാക്ക് പാർട്ടും മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് തുണി മടക്കിയെടുക്കുന്നു. ഇവിടെ നമുക്ക് കരവശമായതുകൊണ്ട് തന്നെ നമുക്ക് ഹെമ്മിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തുണി നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. നമ്മുടെ സ്ലീവിന്റെ ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുക. കേട്ടോ, എത്രയായാലും അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുക. നമ്മുടെ ഷോൾഡർ ഭാഗത്തുള്ള തുന്നത്തുണിക്ക് വേണ്ടിയാണ് ഇതുപോലെ മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മുടെ കൈയുടെ ആം ഹോളിന്റെ ഭാഗത്ത് വരുന്ന ഷേപ്പ്, നമ്മുടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. അതെങ്ങനെയാണ് കിട്ടിയത്? നമ്മുടെ ചെസ്റ്റ് അളവിന്റെ 10-ലൊരു ഭാഗം, അതായത് 35 ഇഞ്ചാണ് നമ്മുടെ ആളുടെ ബോഡിയുടെ ചെസ്റ്റ് അളവ്. ചെസ്റ്റ് അളവിന്റെ 10-ലൊരു ഭാഗം നമുക്ക് 3.5 ഇഞ്ചാണ് കിട്ടുക. ആ ഒരു 3.5 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തത് കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി. ഇനി നമ്മൾ ഇവിടെ നമ്മൾ ആം ഹോൾ റൗണ്ട് അളവ് കൊടുക്കണം. അതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? നമ്മുടെ ചെസ്റ്റ് അളവ് 35 ഇഞ്ചാണ്. 35ന്റെ 4-ൽ ഒരു ഭാഗം നമുക്ക് 8.25 ഇഞ്ചാണ് കിട്ടുക.
കണ്ടോ 8.25 ഇഞ്ചാണ് നമുക്ക് 35ന്റെ 4 ഭാഗം നമുക്ക് 8.25 ഇഞ്ചാണ് കിട്ടുക. ഈ ഒരു 8.25 നിന്ന് നമുക്ക് കിട്ടിയ അളവ് എത്രയാണോ ആ ഒരു അളവിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് കുറക്കുക. നിങ്ങൾ ഏത് ചെസ്റ്റ് അളവ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി. കണ്ടോ ഇതുപോലെ കിട്ടിയാൽ നമുക്ക് ഇത് എത്ര കിട്ടി? 7.25 ഇഞ്ച് കിട്ടി. 8.25 നിന്ന് 1 ഇഞ്ച് കുറച്ചാൽ നമുക്ക് 7.25. ആ ഒരു 7.25 നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. കണ്ടോ ഇനി നമ്മളിവിടെ 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ തുന്നത്തുണി മാർക്ക് ചെയ്യുന്നു. നമ്മുടെ കൈയുടെ താഴ്വശമുള്ള ലൂസ് എത്രയാണോ അതിനെ നേർ പകുതി മാർക്ക് ചെയ്യുന്നു. 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരിക. കണ്ടോ ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് റൗണ്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടോ നമ്മുടെ കൈയുടെ ഷേപ്പ് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കും. കണ്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ കണ്ടോ ഈ ഒരു അളവ് നമ്മളെ ചെസ്റ്റ് അളവിൽ നിന്ന് കണ്ടെത്തിയതാണ്. ചെസ്റ്റ് അളവിൻ്റെ 4 ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു അളവ് കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആം ഹോളിൻ്റെ അളവ് കണ്ടെത്തിയിരിക്കുന്നത്, നമ്മൾ ഷോൾഡർ കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 6 ഭാഗം ഷോൾഡർ വെച്ചു. അപ്പോൾ അതേ അളവ് തന്നെയാണ് നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗവും നമ്മൾ കൊടുത്തത്, ചെസ്റ്റ് അളവിൻ്റെ 6 ഭാഗം. ഇനി നമ്മൾ ഇവിടെ കണ്ടോ ഇവിടെ നമുക്ക് നേരത്തെ 7.25 ഇഞ്ചാണ് കിട്ടിയത്. കണ്ടോ 7.25 ഇഞ്ചാണ് കിട്ടിയത്. ആ ഒരു 7.25 തന്നെയാണ് നമ്മുടെ കണക്കിൽ നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിങ്ങിലും വന്നിട്ടുള്ളത്. കണ്ടോ ഈ ഒരു മാർക്കിങ്ങിൽ വന്നത്, അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 6 ഭാഗം നമുക്ക് വെച്ചപ്പോൾ നമുക്ക് ഷോൾഡർ എത്രയാണ് കിട്ടിയത് അതേ അളവ് തന്നെ നമ്മൾ ആം ഹോൾ കൊടുത്തു. ഇനി അതുപോലെ തന്നെ ചെസ്റ്റ് അളവിൻ്റെ 4 ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് കുറച്ചപ്പോൾ നമ്മുടെ കൈയുടെ ഷേപ്പ് അളവ് നമുക്ക് കിട്ടി. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ നമ്മൾ ഈ ഒരു മുകളിലുള്ള 1/2 ഇഞ്ച് തുന്നത്തുണി മുകളിലേക്ക് വെച്ച് കൊടുത്ത് ഇവിടെ കണ്ടോ നമ്മൾ ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗം കറക്റ്റ് പിടിക്കുമ്പോൾ കണ്ടോ ഈ ഒരു ഭാഗം കണ്ടോ നമുക്ക് കറക്റ്റായി കിട്ടുന്നുണ്ടോ. നമ്മുടെ തോൾ വശത്തുള്ള മാർക്കിങ്ങും നമ്മുടെ ആം ഹോളിൻ്റെ മാർക്കിങ്ങും ഒക്കെ കറക്റ്റായി കിട്ടുന്നത് കണ്ടോ കൈയുടെ മാർക്കിങ്ങുമായി ഇതുപോലെ കിട്ടും. ഇതുപോലെ നിങ്ങൾക്ക് ഏത് ചെസ്റ്റ് അളവിനെ ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് ഷോൾഡർ അളവും അതുപോലെ തന്നെ ആ ഒരു ചെസ്റ്റ് അളവ് വെച്ച് നമ്മുടെ കൈയുടെ അളവ് നിങ്ങൾ കണക്കാക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആം ഹോളിൻ്റെ റൗണ്ട് അളവ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതുപോലെ സ്ലീവിനെ ഇതുപോലെ നിവർത്തി വെച്ച ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്നും ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഫ്രണ്ട് കൈക്കുഴി നമ്മൾ ഇതുപോലെ ഒരു പീസ് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നു. കൈയുടെ ഫ്രണ്ട് ഭാഗത്തു നിന്നാണ് ഈ ഒരു പീസ് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യുന്നത്. ഈ ഒരു മാർക്ക് വരെ കണ്ടോ നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു മാർക്കിൽ നിന്ന് തുടങ്ങി ഈ ഒരു മാർക്ക് വരെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുന്നു. ഇനി നമ്മുടെ സ്ലീവിൻ്റെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. കണ്ടോ അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റായി രേഖപ്പെടുത്താം. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.